കൂട്ടുകാരെ, ജാസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ഈ യാത്ര ഒരുമിച്ച് നടത്താമെന്ന് നമ്മൾ ആദ്യമായി വാഗ്ദാനം ചെയ്തിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. സ്നേഹം, വിശ്വാസം, സാധാരണ നിമിഷങ്ങളെ മാന്ത്രികമാക്കി മാറ്റുന്ന സൗഹൃദം എന്നിവയെക്കുറിച്ചുള്ള ഒരു കഥ പങ്കിടാൻ ഇത് തികഞ്ഞ നിമിഷമായി എനിക്ക് തോന്നുന്നു. 2 ഹൃദയങ്ങൾ നിശബ്ദമായി സംസാരിക്കുമ്പോൾ കാലാതീതമായി അനുഭവപ്പെടുന്ന ഒരു നിമിഷം. ഒരു പൂന്തോട്ടത്തിലെ മൃദുവായ ആംബർ നിറത്തിൽ മായയും ആരോണും കൈകോർത്ത് നിൽക്കുന്നു. ചെറിയ ഹൃദയങ്ങൾ പോലെ തോന്നിക്കുന്ന മാണിക്യച്ചുവപ്പ് വിളക്കുകളിൽ ഒരു വലിയ മുന്തിരിവള്ളി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. ഒരു ഹൃദയമിടിപ്പിനായി അവർ പരസ്പരം നോക്കുന്നു. വാക്കുകളില്ല. വർഷങ്ങളായി പങ്കിട്ട സൂര്യോദയവും രഹസ്യങ്ങളും പറയാത്ത വാഗ്ദാനങ്ങളും വഹിക്കുന്ന ഒരു നിശബ്ദവും സ്ഥിരവുമായ നോട്ടം മാത്രം. ആ നിശബ്ദ കൈമാറ്റത്തിൽ അവരുടെ ഹൃദയങ്ങൾ ഏതൊരു പ്രതിജ്ഞയെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നു. സ്നേഹത്തിന് എല്ലായ്പ്പോഴും അക്ഷരങ്ങൾ ആവശ്യമില്ല എന്ന ശുദ്ധമായ ധാരണ. നക്ഷത്രങ്ങളെ നോക്കി നമ്മൾ ഉണർന്നിരുന്ന രാത്രി നിനക്കോർമ്മയുണ്ടോ? ആരോൺ പിറുപിറുത്തു. മായ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും അവൻ്റെ കണ്ണുകളിൽ ഉറച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞു, എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? ചന്ദ്രൻ നമ്മോടൊപ്പം എന്നേക്കും ഉണ്ടാകുമെന്ന് നീ വാഗ്ദാനം ചെയ്തു. അവൻ അവളുടെ കൈ പതുക്കെ ഞെരിച്ചു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ? കാരണം നമ്മൾ ഒരുമിച്ചാണ്. ഒരു ആർദ്രമായ ആലിംഗനത്തിനു ശേഷം ആരോൺ മായയുടെ നെറുകയിൽ ചുംബിച്ചു. അവളുടെ ഹൃദയത്തിൽ നിന്നും എന്തോ ഒന്ന് ഉയർന്നു വന്നു. ഉത്കണ്ഠയുടെയും ജിജ്ഞാസയുടെയും ഒരു ഭാരം പോലെ. അത് ആകാശത്തേക്ക് പറന്നുപോയി, ശാന്തതയിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആ നിമിഷം മാന്ത്രികമായി തോന്നി അവൾക്ക്. സമാധാനം മന്ത്രിക്കുന്ന മൃദുവും ശാന്തവുമായ ഹൃദയം. ഹൃദയാഗതയിൽ ചുറ്റിപ്പിണഞ്ഞ മുന്തിരിവള്ളികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ ഹൃദയം പോലെ തോന്നിക്കുന്ന വിളക്കുകളും അവർ നടത്തിയ എണ്ണമറ്റ ചെറിയ തിരഞ്ഞെടുപ്പുകളായി അവർക്ക് തോന്നി. കേൾക്കുക, ചിരിക്കുക, ഒരു കപ്പ് ചായ പങ്കിടുക, ഓരോന്നും അവരുടെ പ്രണയത്തെ ഒരുമിച്ച് നിർത്തുന്ന നിശബ്ദമായ ഒരു തുന്നൽ പോലെയാണ്. ആത്മാർത്ഥമായി, ശാന്തമായി ഒരാളെ കേൾക്കുന്നത് വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. അത് നിങ്ങളുടെ പങ്കാളിക്ക് അവളെ കേൾക്കാൻ ഒരിടം നൽകുന്നു. നിങ്ങളുടെ സ്വന്തം ചിന്തകളെ താൽക്കാലികമായി നിർത്തുക. അവളുടെ ചിന്തകളിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വികാരങ്ങളെ സാധൂകരിക്കുന്നു, വിശ്വാസം വളർത്തുന്നു, ദുർബലതയ്ക്ക് സുരക്ഷിതമായ ഒരു തുറമുഖം സൃഷ്ടിക്കുന്നു. ചിരിക്കുന്നത് ഏറ്റവും ഭാരമേറിയ ദിവസങ്ങളെ പോലും പ്രകാശിപ്പിക്കുന്ന തിളക്കമുള്ള ത്രെഡാണ്. ഒരു പങ്കിട്ട പുഞ്ചിരിയോ അപ്രതീക്ഷിതമായ ഒരു ചിരിയോ പിരിമുറുക്കം ഒഴിവാക്കുന്നു. സാധാരണ നിമിഷങ്ങളിലെ സന്തോഷങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കുഴപ്പത്തിൽ നർമ്മം കണ്ടെത്താൻ കഴിയുന്ന ഒരു ടീമാണ് നിങ്ങളെന്ന് ശക്തിപ്പെടുത്തുന്നു. ഒരു കപ്പ് ചായ പങ്കിടൽ ദൈനംദിന പ്രവൃത്തിയിലെ ബന്ധത്തിൻ്റെ ഒരു ചെറിയ ചടങ്ങാക്കി മാറ്റുന്നു. നിങ്ങൾക്കിടയിൽ ഉയരുന്ന നീരാവി, കുടിക്കാനുള്ള താൽക്കാലിക വിരാമം. ഈ ചെറിയ വിരാമങ്ങൾ സംഭാഷണത്തിനും നിശബ്ദതയ്ക്കും, പറയാത്ത കാര്യങ്ങൾ പുറത്തു വരുന്നതിനും ഇടം നൽകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചായ സമയം മനഃപൂർവമായ ഒരുമയുടെ ഒരു ചടങ്ങായി മാറുന്നു. വീട്ടുജോലികളിൽ നിന്നും മാറി പരസ്പരം കണ്ണുകളിലേക്ക് നോക്കാനും ശാന്തതയോടും നന്ദിയോടും കൂടി ബന്ധം പുനഃസ്ഥാപിക്കാനും ഒരവസരം. കേൾക്കൽ, ചിരിക്കൽ, ചായ പങ്കിടൽ എന്നിവ ഒന്നിച്ചു ചെയ്യുമ്പോൾ അത് കരുതലിൻ്റെ ഒരു താളമായി മാറുന്നു. ഓരോ പ്രവൃത്തിയും നമ്മുടെ പങ്കാളിയെ ശക്തിപ്പെടുത്തുന്നു. ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ ശേഷിയുള്ള തുണി നെയ്യുന്നത് പോലെ. ഈ യാത്ര ആരംഭിക്കുന്ന ദമ്പതികൾ ഈ 3 ലളിതമായ ത്രെഡുകൾ ഓർമ്മിക്കുക. ക്ഷമയോടെ സംസാരിക്കുക, പരസ്പരം വളർച്ചയെ പരിപോഷിപ്പിക്കുക, ഒരു വീടിനെ വീടാക്കി മാറ്റുന്ന സാധാരണ നിമിഷങ്ങൾ ആഘോഷിക്കുക. പതിറ്റാണ്ടുകളായി ഈ പൂന്തോട്ടം ഒരുമയോടെ പരിപാലിച്ച മുതിർന്നവർക്ക് നിങ്ങളുടെ കഥകൾ പുതിയ പ്രണയത്തിന് അഭയം നൽകുന്ന തണലാണ്. നല്ല ചിന്തകൾ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന ഹൃദയം ഒരിക്കലും യഥാർത്ഥത്തിൽ പ്രായമാകില്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഋതുക്കളും നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തെ വിലമതിക്കാൻ ഒരു പുതിയ കാരണം നൽകി അതിനെ കൂടുതൽ ആഴത്തിലാക്കുന്നു. സൂര്യൻ ചക്രവാളത്തിന് താഴെ അസ്തമിക്കുമ്പോൾ മായ ആരോണിൻ്റെ തോളിൽ തലചായ്ക്കുന്നു. അവരുടെ പിന്നിലുള്ള ചുവന്ന ഹൃദയാകൃതിയിലുള്ള വെളിച്ചം അവരുടെ ഹൃദയവുമായി ഒരേ താളത്തിൽ മിടിക്കുന്നതായി തോന്നുന്നു.
സ്നേഹം പരിപാലിക്കപ്പെടുമ്പോൾ നാളത്തെ എല്ലാ തുടക്കങ്ങൾക്കും അടിത്തറയായി മാറുമെന്ന നിശബ്ദ വാഗ്ദാനം. താങ്ക് യു.